നിങ്ങൾ കണക്കിൽ പുലിയാണോ? കണക്കിൽ പുലി അല്ലാത്ത ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ് ഞാനൊരു കാര്യം പറയാം. അതായത് ഭൂഗോളത്തിൻ്റെ സ്പന്ദനം കണക്കിലാണെന്നാണല്ലോ നമ്മുടെ ചാക്കോ മാഷ് പറഞ്ഞേക്കുന്നത് അല്ലേ? ചാക്കോ മാഷല്ലേ? ആ, എന്തായാലും ഓക്കെ. അപ്പോൾ ശരിയാണ്, എല്ലാം ഒരു കണക്കൂട്ടലുകളാണല്ലേ? എല്ലാത്തിനും ഒരു കണക്കൂട്ടലുകളാണ്. കണക്കൂട്ടലുകൾ തെറ്റുമ്പോഴാണ് പലപ്പോഴും പ്രശ്നങ്ങളാവുന്നത്. ഓക്കെ, എനിവേ, അതായത് ഒരു കാര്യം, ഒരു 3 ഫ്രണ്ട്സ് കൂടെ ഒരു റൂം എടുത്തു. റൂമിൻ്റെ വാടക 30 രൂപയാണ് കേട്ടോ. ഓക്കെ, 30 രൂപ അയാൾ ഈ 3 പേരും കൂടെ ചേർന്ന് 10 രൂപ ഷെയർ ഇട്ട് അവിടുത്തെ ഒരു മാനേജറുടെ കയ്യിൽ, ഓണറുടെ കയ്യിൽ ഏൽപ്പിക്കാൻ വേണ്ടിയിട്ട് കൊടുത്തു. ഓണർ എന്ത് ചെയ്തു? അവർ നല്ല രീതിയിലുള്ള ഇതൊക്കെ ആയതുകൊണ്ട് എന്ത് ചെയ്തെന്ന് വെച്ചാൽ, അവർ കയ്യിൽ നിന്നും 30 രൂപ വാങ്ങിയതിൽ നിന്ന് 5 രൂപ തിരിച്ചു കൊടുത്തയച്ചു. ഇയാളുടെ കൈവശം തിരിച്ചു കൊടുത്തു, അവർക്ക് തിരിച്ചു കൊടുക്കാൻ പറഞ്ഞിട്ട്. പോകുന്ന വഴിയിൽ 5 രൂപയിൽ നിന്ന് 2 രൂപ ഈ മാനേജർ എടുത്തു, ബാക്കി 3 രൂപ അവർക്ക് വീതിച്ചു കൊടുത്തു. അപ്പോൾ അവരിങ്ങനെ കാൽക്കുലേറ്റ് ചെയ്തു, 10 രൂപ കൊടുത്തു, ഓരോ രൂപ വെച്ച് തിരിച്ച് കിട്ടി. അപ്പോൾ ഒരാൾക്ക് 9 രൂപയാണ് ചിലവഴിക്കുന്നത്. അപ്പോൾ 9ഉം 9ഉം 18, 18ഉം 9ഉം 27, 2 രൂപ വേലക്കാരൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ 29, 30 രൂപ കൊടുത്തത്. അപ്പോൾ 1 രൂപ അവിടെ പോയി. അതിൻ്റെ കണക്ക് ശരിയല്ലേ? 30 രൂപ റെന്റ് കൊടുത്തയക്കുന്നു, 25 രൂപ എടുക്കുന്നു, ബാക്കി 5 രൂപ തിരിച്ചു കൊടുത്തയക്കുന്നു, 2 രൂപ അയാൾ എടുക്കുന്നു, ബാക്കി 1 രൂപ തിരിച്ചെടുക്കുന്നു. അങ്ങനെ കൂട്ടുമ്പോൾ 10 രൂപ കൊടുത്ത ആൾക്ക് 1 രൂപ തിരിച്ചിട്ടുമ്പോൾ 9 രൂപ. അപ്പോൾ 3 പേർക്കും കൂടെ കൂടുമ്പോൾ 9ഉം 9ഉം 18, 9, 27, 2 രൂപ അയാൾ അടിച്ചു മാറ്റി 29. അപ്പോഴും 1 രൂപ അവിടെ പോയി. വല്ല ഐഡിയ ഉണ്ടോ? ഉണ്ടെങ്കിൽ ഒന്ന് പറയുമോ?